സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നൊരു വാർത്ത കാണാനിടയുണ്ടായി. അത് ജസ്റ്റ് ഒരു വാർത്തയായിട്ടല്ല, ഒരു പോസ്റ്ററായിട്ടാണ് ഞാൻ കാണാനിടയുണ്ടായത്. അതിൽ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഉന്നത കുലജാതനെന്ന് സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന, ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടതെന്ന് സ്വയമേ പറഞ്ഞ് നടക്കുന്ന ഒരു സാധാ മനുഷ്യൻ. അയാളിപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ്. നേരത്തെ ഒരു സിനിമാ നടനായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഇയാളുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധവും മതബോധവും എല്ലാം അങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ പറയുന്നത് അയാളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതൻ, അല്ലെങ്കിൽ അയാളെ പോലെയുള്ള ഉന്നത കുലജാതന്മാരുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഉന്നതികൾ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഇയാൾ കലുങ്ക് സംവാദ പരിപാടി അല്ലെങ്കിൽ കലുങ്ക് സമ്മേളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ജില്ലകളിലും ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്നുകൊണ്ട് ഓരോ ജില്ലകളിലും ഓരോ സ്ഥലങ്ങളിൽ പോയി ഇരിക്കുമ്പോഴും അവിടെ വരുന്ന ഓരോ ആളുകളെയും മാട്ടി തുപ്പിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ മുഖത്തടിച്ച പോലുള്ളൊരു മറുപടി കൊടുക്കുകയും, എന്നിട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾ പോയി നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയണം, മുഖ്യമന്ത്രിയുടെ അധീനതയിൽ വരുന്ന കാര്യങ്ങളാണ്, അയാളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെ എന്താണ് നിങ്ങളുടെ MLA ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണപക്ഷത്തിരിക്കുന്ന ആളാരാണോ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുക, അല്ലെ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുക എന്നുള്ളൊരു പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. എന്നാൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ, അല്ലെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അതിനൊന്നും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. മറുപടി എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്. എന്നാൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, പ്രായമായിട്ടുള്ളൊരു വൃദ്ധനടുത്തേക്ക് വരുമ്പോൾ അയാളെ തള്ളി മാറ്റുക, അയാളുടെ നിവേദനവുമായിട്ടൊരു വൃദ്ധനടുത്തേക്ക് വരുമ്പോൾ അയാളെയും തള്ളി മാറ്റുക, അയാളെയും തള്ളി മാറ്റുക. എന്നാൽ സ്ത്രീകളൊക്കെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നൊക്കെയുള്ളൊരു നയമാണ് പുള്ളിക്കാരൻ്റെ. അതെന്തുമായിക്കോട്ടെ, അതൊക്കെ അവരുടെയൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു അവർ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല, അവരുടെ രീതികളാണ്. എന്നാൽ ഇയാളൊരു മന്ത്രി ആയതിനു ശേഷം ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അയാൾ മാത്രം ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. ഒരു ജനപ്രതിനിധിയാണ്, അപ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പ്രതിനിധിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ജനങ്ങൾക്ക് അവകാശമുണ്ട്, എന്താണ് താൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയും ഞങ്ങൾ ഈ രീതിയിൽ ചോദിക്കുമ്പോൾ കൃസംഖികൾക്കോ അല്ലെ സംഖ്യക്കുട്ടന്മാർക്കോ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ വേദന നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചേക്കുക. അത് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ വന്നിട്ട് പറയാം. കമൻറ്റ് ബോക്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ജാതീയ ബോധം, മതബോധം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നും എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നതെന്നും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നാളെ ഉണ്ടാവാൻ പോകുന്നതെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം അയാളുടെ കൂടെ എന്തിനും ഏതിനും നിന്നിരുന്ന തൃശ്ശൂരിലെ ഒരു 4 പേര് ഈ പറയുന്ന BJPയുടെ അടുത്ത് നിന്ന് അങ്ങ് മാറി. അതായത് സുരേഷ് ഗോപി BJPയുടെ പ്രതിനിധിയാണല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സുരേഷ് ഗോപിയുടെ പ്രജകളല്ല ഞങ്ങൾ. തൃശ്ശൂര് കലിംഗ സംവാദത്തിന് പിന്നാലെ 4 BJP പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. അടിപൊളി. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് തലയിൽ ചകിരിച്ചോറിന് പകരം തലച്ചോറുള്ള ആളുകളാണ്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേർന്ന് അവർ ഏത് പാർട്ടിയിലോട്ടും ചേർന്നോട്ടെ, അതൊരു വിഷയമല്ല. പക്ഷേ ചാണകത്തിൽ നിന്ന് അവർ മാറി മോചിതരായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ആരുടെയും പ്രജകളല്ല. സുരേഷ് ഗോപി ഈ പറയുന്ന കലിംഗ സംവാദത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, ജനങ്ങൾ നിങ്ങളെൻ്റെ പ്രജകളാണ്, പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണം, മുഷ്ടി ചുരുട്ടാൻ പാടില്ല, അത് തമ്പുരാനായി എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. തമ്പുരാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ അയാളുടെ ഉള്ളിലുള്ള തമ്പുരാൻ എന്നുള്ളൊരു ബോധമുണ്ട്. ആ ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞത് അങ്ങനെ മുഷ്ടി ചുരുട്ടാൻ പാടില്ല, വിരൽ ചൂണ്ടി നിങ്ങൾ സംസാരിച്ചോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ എടുത്തിട്ടൊരു പദം, നിങ്ങളൊക്കെ എൻ്റെ പ്രജകളാണ്, ഇത് പ്രജകളുടെ രാജ്യമാണ്. എന്നാൽ ഇത് വലിയ രീതിയിൽ യൂട്യൂബിലും മറ്റു പല സോഷ്യൽ മീഡിയയിലും എല്ലാവരും എടുത്ത് ചർച്ച ചെയ്തപ്പോൾ അയാൾ വിഷയം മാറ്റി. അയാൾ പറഞ്ഞത് പ്രജകൾ എന്നുള്ളത് എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ ഇയാൾ രാജാവാണെന്നുള്ളൊരു ബോധം ഇയാളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ ചിന്താഗതി തെറ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നൈസായിട്ട് പ്ലേറ്റ് തിരിച്ചിട്ട് അയാൾ പറഞ്ഞത്, പ്രജാതന്ത്രം എന്ന് പറയുന്നത് ആർക്കും അറിയില്ല എന്നാണ്. പ്രജാതന്ത്രം എന്ന് പറഞ്ഞാൽ രാജഭരണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ, അതായത് പ്രജകളാണ് ഈ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുക, മന്ത്രിയെ പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ പ്രജകൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും, മന്ത്രിയെ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ മന്ത്രിയെ ശകാരിക്കാനും ശാസിക്കാനും ഒക്കെ ഉള്ളൊരു അവകാശമുണ്ട്. അപ്പോൾ പ്രജാതന്ത്രത്തിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ജനങ്ങളാണ് അധികാരങ്ങൾ, അല്ലെ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളായിരിക്കണം എന്നുള്ളതാണ് പ്രജാതന്ത്രത്തിൽ പറയുന്നതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതറിയാത്ത ആളുകളാണ് എനിക്കെതിരെ വന്നിട്ട് ഞാൻ രാജാവാണെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വെക്കാനും അത് കാര്യങ്ങളെ വളച്ചൊടിക്കാനും ശ്രമിക്കുന്നതെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്നാൽ ഇയാളുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധം വെച്ചിട്ട് ഇയാൾ സംസാരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ ഇനി പ്രജാതന്ത്രമാണ്, അതോ രാജഭരണ കാലഘട്ടങ്ങളിലെ പ്രജകളും അടിയാളന്മാരും എന്നുള്ള രീതിയിലാണോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് അടിയാളന്മാരായിട്ട് തന്നെയാണ്. കാരണം ഈ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ഈ ജാതീയ ചിന്തകളും മതബോധങ്ങളും ഒക്കെയാണ് നമ്മളെ ഈ രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു വരുന്നത് അയാൾ ഈ സമൂഹത്തിന്റെ നല്ലതിന് വേണ്ടി നിൽക്കുന്നതാണ്, അയാൾ പറയുന്നതാണ് ശരിയെന്നാണ്. എന്നാൽ ഇയാൾ പറയുന്ന ഒരു തേങ്ങയുമല്ല, ഒരു ശരിയുമല്ല എന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾക്കറിയാം. സംഘിമിത്രമായതിനു ശേഷം സുരേഷ് ഗോപിയുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ വർഗീയ
ബോധങ്ങളൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് പൊടിയൊക്കെ തട്ടി വലിയ രീതിയിൽ അങ്ങോട്ട് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ജാതിയും മതമൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെ വൃത്തികെട്ട സംസാര രീതികൾ കൊണ്ട് അയാൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ 4 പേരാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് വേറെ കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. എന്നാലും ഇപ്പോഴും സുരേഷ് ഗോപി എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അയാൾ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധങ്ങളൊന്നും തെറ്റല്ല, അയാൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഹിന്ദുക്കൾ മണ്ടന്മാരായിട്ട് അയാളുടെ മുന്നിലേക്ക് പോയിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈഡിലേക്ക് പോകുന്ന ആളുകളാണ്. ഞാനൊരു ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് എടുത്തിട്ട് ആരും പൊങ്കാലിടണ്ട. അപ്പോൾ ഈ മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾക്കുള്ളൊരു യൂണിറ്റി അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഐക്യമൊന്നും ഈ പറയുന്ന ഹിന്ദുക്കൾക്കില്ല. അപ്പോൾ ഹിന്ദുക്കൾ എന്താണ്, സ്പ്രെഡായി കിടക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കൺവിൻസ്ഡ് ആവും. അപ്പോൾ അതുപോലെ കൺവിൻസ്ഡ് ആയിരിക്കുകയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ. സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ജാതീയ ബോധമില്ല, ജന്മി ബോധമില്ല, അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ബോധവും ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ല എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഇനി നിങ്ങൾ പറയണം അയാളുടെ ഉള്ളിൽ ഈ പറയുന്ന ജന്മി കുടിയാൻ ബോധമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതികളുണ്ടോ, അയാൾ രാജാവാണെന്നുള്ളൊരു ചിന്തയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്കിത് പറയുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ആവേശം വരും. കാരണം 3000 ഏക്കറോളം കൃഷിഭൂമിയിൽ കൃഷി ഇറക്കിയിരിക്കുന്ന ഒരു മുത്തച്ഛൻ്റെ കൊച്ചുമകനാണ് ഞാൻ, കുട്ടനാട്ടിൽ. കണ്ടില്ലേ, 3000 ഏക്കറോളം കൃഷിഭൂമി കുട്ടനാട്ടിലുള്ള ഒരു മുത്തച്ഛൻ്റെ ചെറുമകനാണ് ഞാനെന്നാണ് ഇയാൾ പറയുന്നത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? മുൻപിലിരിക്കുന്ന ആളുകൾക്കൊന്നും എന്തായാലും അത്രയൊന്നും കൃഷിഭൂമി അല്ലെങ്കിൽ അത്രയൊന്നും ഭൂമികളോ ഒന്നും ഉണ്ടാവില്ല. 3000 ഏക്കറിന് മുകളിൽ കൃഷിഭൂമിയുള്ള ഒരു കൊച്ചുമകൻ അല്ലെങ്കിൽ ഒരാളുടെ കൊച്ചുമകനാണ് ഞാനെന്ന് പറയുമ്പോൾ, ഒരു ജന്മിയുടെ കൊച്ചുമകനാണ്, അല്ലെങ്കിൽ ഞാനും ഒരു ജന്മിയാണ്, കുട്ടി ജന്മിയാണ് എന്നുള്ളതല്ലേ അയാളുടെ ചിന്താഗതിയിൽ, അല്ലെ അയാൾ പറയുന്ന കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഇയാളുടെ മനസ്സിലുള്ളപ്പോൾ ഇനി വേറൊരു വീഡിയോയുടെ ഞാൻ പ്ലേ ചെയ്യാം. ഇയാൾ മുൻപ് ബ്രാഹ്മണരാവണം അല്ലെങ്കിൽ ബ്രാഹ്മണരെ കാണുമ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം. അസൂയയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോട്. പ്രത്യേകിച്ച് പൂണൂലിടാത്തവരും അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട്. അവസ്ഥ എനിക്കറിയാം. കണ്ടില്ലേ, ഈ 2 വീഡിയോയും കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ 2 വീഡിയോയും പ്ലേ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 വീഡിയോയിലും നമ്മൾ കാണുന്നത് ഈ രണ്ടും സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ 2ലും അയാൾ പറയുന്ന ബ്രാഹ്മണരെ കാണുമ്പോൾ അയാൾക്ക് വല്ലാത്ത പ്രണയമാണെന്നും ഇത്രയും കൃഷിഭൂമിയുള്ള ഒരാളുടെ ചെറുമകനാണ് ഞാനെന്നുമാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇയാൾ ആ പ്രജാതന്ത്രം അല്ലെ പ്രജ എന്ന് പറഞ്ഞത് ആ അതേ രാജാവിൻ്റെ ഒരു സ്വഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയല്ലേ, ആ ഉന്നത കുലജാതനാണെന്നുള്ള സ്വയമേ ഒരു ബോധ്യമുള്ളതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതിൻ്റെ ഫലമായിട്ടല്ലേ അയാൾ ആ രീതിയിൽ പെരുമാറിയത്. സത്യം അത് തന്നെയാണ്. അയാളുടെ മനസ്സിൽ അയാൾ എന്തോ വലിയ മറ്റേതാണെന്നുള്ള ചിന്താഗതിയുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അയാൾ ആ രീതിയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രാഹ്മണരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഉന്നത കുലജാതനുണ്ടെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ കാരണമായതും ഇപ്പോൾ ഈ പറയുന്ന ജന്മി അല്ലെങ്കിൽ ഇത്രയും ഏക്കറോളം ഭൂമിയുള്ള ഒരു മനുഷ്യന്റെ കൊച്ചുമകനാണ് ഞാനെന്ന് പറയാനായിട്ട് കാരണമായിരിക്കുന്നതും. എന്ത് തന്നെയാണെങ്കിൽ ഇത് എന്താണ് ഇയാൾ ചെയ്യുന്നതെന്നും ഇയാളുടെ ഈ മനസ്സിലുള്ള ചിന്താഗതികൾ എന്താണെന്നും മനസ്സിലായിട്ടുള്ള ആളുകൾ ഈ പാർട്ടി വിട്ട് അവർ സ്വതന്ത്രമായിട്ട് അവർ നല്ല രീതിയിലേക്ക് ജീവിക്കാനായിട്ട് പോയിരിക്കുകയാണ്. എന്തായാലും വളരെ നല്ല കാര്യം. ഇനിയും സുരേഷ് ഗോപിജി നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കലിംഗ സമ്മേളനങ്ങൾ നടത്തണം. അങ്ങനെ നിങ്ങൾ കലിംഗ സമ്മേളനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ട് വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്കും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ തലച്ചോറ് എന്താണ് അല്ലെങ്കിൽ തലച്ചോറിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് മനസ്സിലായെങ്കിൽ മാത്രമേ അവർ മനുഷ്യൻ ചിന്തിക്കുന്ന രീതി ചിന്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പശുവൊക്കെ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ പോത്ത് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ രീതിയിലുള്ള പരിപാടികൾ ഇനിയും സുരേഷ് ഗോപി തുടരണം. അത് തുടരുകയാണെങ്കിൽ മാത്രമേ ഇവരുടെ ഉള്ളിലുള്ള ചിന്താഗതികൾ വളരുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.